സൺവും ചെയ്യണും കുറെ നേരം അവരുടെ ലൈഫിൽ നടന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചിരിക്കുന്നു. പിന്നീട് അവർ കിടക്കുവാനായിട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു ബെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പോലും അവരും ബെഡിൽ വന്ന് കിടക്കുകയാണ്. നേരത്തെ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന സമയത്തെല്ലാം തന്നെ ജയോൺ കൊടുത്തിട്ടുണ്ടായിരുന്ന സ്റ്റാർസ് ഒക്കെ നോക്കി ആയിരുന്നു സൺവു ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ പുതിയൊരു റൂമിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു സ്റ്റാർസ് അവിടെ ഇല്ല എന്ന കാര്യം അവനും ഓർക്കുകയാണ്. അന്ന് രാത്രി അവരെങ്ങനെ ഉറങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴത്തേക്കും ജയ്യോണും സണുവിനെ ഹഗ് ചെയ്തിട്ടൊക്കെയായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. അത് പെട്ടെന്ന് മനസ്സിലാക്കുന്ന അവളും അവനെ ഒറ്റ ചവിട്ടിന് താഴെയിടുന്നു. പിന്നീട് ജയൂണും സണുവും കൂടി ഒന്നിച്ച് ട്രീസ് ഒക്കെ പ്ലാൻ ചെയ്യുകയാണ്. അതിനുശേഷം അവർ പോയേക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും വഴിയിൽ വെച്ച് കാർ ബ്രേക്ക് ഡൗൺ ആകുന്നു. കുറെ നേരത്തെ തിരച്ചിലിനൊടുവിലായിട്ട് തൊട്ടടുത്തുള്ള ഒരു ഗ്യാസ് സ്റ്റേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് സണുവിനും കിട്ടി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവനും പോയിട്ട് ഗ്യാസ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ട് വരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ അടുത്തായിട്ട് കാട്ടുപന്നിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ചു പോകുന്നതായിരിക്കും കൂടുതൽ സേഫ് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ഒപ്പം അവളും നടക്കുന്നു. ഇത്രയും നാളായിട്ട് നിനക്ക് ഒരുപാട് ഡ്രാമയുടെ ഓഫേഴ്സും മറ്റുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും നീ ഒരു ഷോസും എടുക്കുവാനായിട്ട് തയ്യാറായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ ഷോയിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിന്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് നീയും സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടായിരുന്നു എന്ന രീതിക്ക് ജയോണും അവന്റെ അടുത്തായിട്ട് ചോദിക്കുന്നു. അവനും തനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ഫ്രണ്ടിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ നട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ട്രീയുടെ അർത്ഥം എന്താണെന്ന് നിനക്ക് അറിയാമോ എന്ന് കൂടി അവളുടെ അടുത്തായിട്ടും ചോദിക്കുന്നു. പിന്നീട് അവളെയും അവൻ കിസ് ചെയ്യുന്നു. അടുത്ത എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും ചയ്യൂണും സണുവും കിസ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ ഒരു കിസ് കഴിഞ്ഞ് അടുത്ത കിസിലേക്ക് സണുവ് കടക്കുമ്പോഴത്തേക്കും ചെയ്യൂണും പെട്ടെന്ന് താൻ എവിടെയാണ് എന്താണ് ചെയ്യുന്നതെന്നെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് അവനെയും തള്ളിയിടുന്നു. അതിനുശേഷം സണുവിനോട് പഴയതുപോലെ സംസാരിക്കുവാനായിട്ട് സാധിക്കാതെ ഒരു ചമ്മലിലൊക്കെ ആയിരുന്നു അവളും ഉണ്ടായിരുന്നത്. പിന്നീട് അവർക്കും തിരിച്ചു പോകുവാനുള്ള ബോട്ടൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്കും ആ ബോട്ടിലും അവരൊരു അകലം പാലിച്ചായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. നിനക്ക് എങ്ങനെയാണ് എന്നെ കിസ് ചെയ്യുവാനായിട്ട് തോന്നിയതെന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ രണ്ടുപേരും പ്രായപൂർത്തിയായവരല്ലേ, അങ്ങനെ ഇരിക്കെ നമ്മൾ കിസ് ചെയ്യുന്നതിൽ എന്ത് തെറ്റാണുള്ളതെന്ന് അവനും ചോദിക്കുന്നു. അതേസമയം നമ്മൾക്കിടയിൽ യാതൊരു വിധത്തിലുള്ള റിലേഷൻഷിപ്പും ഇല്ല, നമ്മൾക്ക് ഫീലിങ്സും ഇല്ല, അങ്ങനെ ഇരിക്കെ നീ എന്നെ കിസ് ചെയ്യുവാനായിട്ട് പാടില്ലായിരുന്നു എന്ന രീതിക്കാണ് അവൾ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഫീലിങ്സ് ഇല്ല എന്ന് നിന്നോട് ആരാണോ പറഞ്ഞതെന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കും ഈ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോലും അവൾക്കും ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളോട് അവിടെ ഇരുന്നോളുവാൻ പറഞ്ഞിട്ട് അവനും ഷിപ്പിന് വെളിയിലായിട്ട് പോയി നിൽക്കുന്നു. ഷിപ്പിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന അവളെ വീട്ടിലേക്ക് കൊണ്ട് വിടാമെന്ന് സണുവ് പറയുന്നുണ്ടെങ്കിൽ പോലും അവളും അതിന് തയ്യാറാകുന്നില്ല. അവളും അവളുടെ ബാഗൊക്കെ എടുത്തതിനു ശേഷം അവന്റെ അടുത്തായിട്ട് എനിക്ക് കുറച്ച് സമയമൊക്കെ ആവശ്യമായിട്ടുണ്ട്, അതുവരെ നീ എന്നെ കോണ്ടാക്ട് ചെയ്യുവാനായിട്ട് പാടില്ല എന്ന് പറയുന്നു. അതേസമയം അവനും നമുക്ക് ഡേറ്റിംഗ് ചെയ്താലോ എന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് ആലോചിച്ച് നോക്കിയിട്ട് ഒരു തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞ് അവൾ പോവുകയാണ്. അന്ന് രാത്രി ഉറങ്ങുവാൻ കിടക്കുന്ന ജിയോണും സൺവുന് പകരം തന്റെ കൂടെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ആലോചിക്കുന്നു. പിന്നീട് അവൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നവും അത് തന്നെയാണ്. അവളുടെ കൂടെ കിടക്കുന്നത് സോക്ചു ആയിട്ടാണ് അവളും കാണുന്നത്. അവൾ കിടക്കുന്ന സമയത്ത് സോക്ചു ഓരോന്ന് സംസാരിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ അവളും കാറിന്റെ കീ ഒക്കെ തന്നേക്ക്, ഞാനും കാറിൽ കിടന്ന് ഉറങ്ങിക്കോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അടുത്തതായിട്ട് സണ്ണുവിന്റെ കൂടെ അവൾ ട്രീസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ സോക്ചുവും അവളുടെ അടുത്ത് ആ ട്രീനെ കുറിച്ചോ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാകുന്നതിനെ കുറിച്ചോ അങ്ങനെ പല പല കാര്യങ്ങളെ കുറിച്ച് പറയുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നീ അല്ലാതെ മറ്റാരായിരുന്നു ഈ സ്ഥാനത്തെങ്കിലും ഞാൻ അപ്പോൾ തന്നെ നിന്നെ കൊന്നു കളഞ്ഞേനെ എന്നുള്ള രീതിക്കാണ് സോക്ചുവിന്റെ അടുത്ത് പോലും അവൾ പറയുന്നത്. അങ്ങനെ ഇരിക്കെ അവൾ ഉറക്കം എണീറ്റ് കഴിയുമ്പോഴത്തേക്കും നിലവിൽ സണുവിന്റെ കൂടെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ സണുവിന് പകരം മറ്റൊരാളായിരുന്നെങ്കിൽ നടക്കുകയില്ലായിരുന്നു എന്ന കാര്യമൊക്കെ മനസ്സിലാക്കുകയാണ്. സണു വരുന്നതിന് മുമ്പ് സ്കൂളിൽ പോകാമെന്നായിരുന്നു നൂറ് വിചാരിച്ചിരുന്നത്. അതാകുമ്പോഴത്തേക്കും അവളുടെ റിപ്പോർട്ട് കാർഡ് ഒന്നും തന്നെ സണു കാണുകയില്ലല്ലോ. പക്ഷെ അവൾ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ സണുവും തിരികെ വീട്ടിലെത്തുന്നു. കൂടാതെ അവളുടെ റിപ്പോർട്ട് കാർഡൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും 206 കുട്ടികളുള്ള ക്ലാസ്സിൽ അവൾക്ക് 200ാമത്തെ റാങ്ക് ആണെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുകയാണ്. എങ്കിൽ പോലും അവൻ അവളെ വഴക്കൊന്നും പറയുന്നില്ല. നീ ഇങ്ങനെ വഴക്ക് പറയുകയില്ല എന്ന കാര്യം എനിക്ക് നേരത്തെ തന്നെ അറിയിക്കുകയായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ലായിരുന്നു. ഇത്രയും നാള് നിന്റെ അടുത്ത് നിന്ന് ഞാൻ റിപ്പോർട്ട് കാർഡ് പോലും ഒളിപ്പിച്ചു വെക്കുകയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നൂറിയും സംസാരിക്കുന്നു. പിന്നീട് നൂറിയും നൂറിയുടെ ഒരു ഫ്രണ്ടിനെയൊക്കെ കൂട്ടിക്കൊണ്ടാണ് സ്കൂളിലേക്കും പോകുന്നത്. ഷൂട്ടിംഗ് സെറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്ന ചെയ്യണു ഇപ്പോൾ ടയറിനുമായിട്ട് സംസാരിക്കുന്നു. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾക്ക് റിലേഷൻഷിപ്പ് ഒക്കെ തുടങ്ങിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എപ്പോഴാണ് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അവൾക്ക് അറിയുകയില്ല. അതായത് ഒരാളെ അവൾക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല എന്ന് വെച്ച് അത്രയ്ക്ക് ഇഷ്ടമുണ്ടെന്നും തോന്നുന്നില്ല. അങ്ങനെ ഇരിക്കെ അയാളുമായിട്ട് ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഇപ്പോൾ ജിയൂണും ടേറിന്റെ അടുത്തായിട്ട് ചോദിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരാളുടെ അടുത്ത് 100% ഇഷ്ടം തോന്നിയിട്ട് അയാളെ ഡേറ്റ് ചെയ്യുവാനായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ നിന്റെ ഫ്രണ്ട് ജീവിതകാലം മുഴുവൻ സിംഗിൾ ആയിട്ട് തന്നെ ജീവിക്കേണ്ടതായിട്ട് വരും. ഒരാൾ നല്ല വ്യക്തിയാണെന്ന് തോന്നുകയാണെങ്കിൽ അയാളുടെയും
അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന മറ്റേയാളുടെയും ടേസ്റ്റുകളൊക്കെ സിമിലർ ആണെങ്കിൽ അവർ ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള കുഴപ്പവുമില്ല. അത് കൂടാതെ നല്ല സൗണ്ട് ഒക്കെ ആണെങ്കിൽ ഞാനും ബോണസ് പോയിന്റ് കൊടുക്കുന്നതായിരിക്കുമെന്നാണ് ടെറിൻ ഉപദേശിക്കുന്നത്. പക്ഷെ ഒരിക്കൽ നിന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആളെ വീണ്ടും ഡേറ്റ് ചെയ്യുവാനായിട്ട് പോകാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് ടെറിൻ ജിയോന്റെ അടുത്തായിട്ടും ചോദിക്കുകയാണ്. അതായത് ജിയോന്റെ സണുവിന്റെ കാര്യമാണ് പറയുന്നതെന്ന് ടെറിന് നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ ഉദ്ദേശിച്ചത് എന്റെ കാര്യമല്ല എന്ന് പറഞ്ഞ് ജിയോണും പോകുന്നു. എല്ലാ മാസവും സ്ഥിരമായിട്ട് സൺവു ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ മാസത്തെ ചെക്കപ്പും കഴിഞ്ഞിട്ട് അവൻ ലൈബ്രറിയിലെത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ വന്നിട്ടുണ്ടായിരുന്ന സ്ത്രീയും അവന്റെ അടുത്ത് എന്നാണ് അവനെ ടിവിയിലൊക്കെ കാണിക്കുവാനായിട്ട് പോകുന്നതെന്ന് ആകാംക്ഷയോട് കൂടി തന്നെ ചോദിക്കുന്നു. ഷൂട്ടിംഗ് ഇപ്പോൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ ടിവിയിലൊക്കെ വരുവാൻ കൂടുതൽ സമയം എടുക്കുന്നതായിരിക്കും. അത് മാത്രമല്ല, എനിക്കൊരു പെൺകുട്ടീനെ ഇഷ്ടമാണ്. ഞാനും അവളുടെ കൂടെ ഇവിടേക്ക് ഡേറ്റിങ്ങിനൊക്കെ വന്നോട്ടെ എന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കും ആ സ്ത്രീക്കും ഒരുപാട് സന്തോഷം തോന്നുന്നു. സാണുവും ലീഡ് അടുത്ത് ഞാനും ജിയോണും ഡേറ്റ് ചെയ്യുവാനായിട്ടൊന്നും തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഞാൻ പെട്ടെന്ന് അവളെ ഒന്ന് കിസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്റെ അടുത്തുള്ള ഒരു ഇംപ്രഷനൊക്കെ മാറുമോ എന്ന രീതിക്ക് അവനോടും ചോദിക്കുന്നു. ജിയോൺ എന്റെ പ്രപ്പോസലൊക്കെ അക്സെപ്റ്റ് ചെയ്യണമെന്നതാണ് എന്റെ ആഗ്രഹം. അഥവാ അവൾ അക്സെപ്റ്റ് ചെയ്യാതെ എന്നെ റിജക്റ്റ് വല്ലതും ചെയ്യുകയാണെങ്കിൽ വീണ്ടും അവളുടെ പിന്നാലെയൊക്കെ നടന്നിട്ടാണെങ്കിലും അവളെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിക്കണമെന്ന രീതിക്കാണ് അവൻ സംസാരിക്കുന്നത്. ഡോക്യുമെന്ററിയുടെ ഷൂട്ടിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ ഒരു സമയത്ത് ടേറിന്റെയും സണുവിന്റെയും അടുത്തായിട്ട് ഒരു ലെറ്റർ ഒക്കെ എഴുതുവാനായിട്ട് പ്രൊഡ്യൂസർ ആവശ്യപ്പെടുന്നു. ടേറിന് എഴുതുവാനായിട്ട് കുറേയധികം വേർഡ്സ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പോലും സണുവിന് ഒന്നും തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അവനും അവളുടെ അത് കോപ്പി അടിച്ച് എഴുതുവാനായിട്ടൊക്കെ നോക്കുന്നു. അങ്ങനെ അവരും കോപ്പി അടിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു സീനൊക്കെ കണ്ടതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും പഴയ ആ ഒരു സിറ്റ്കോമിനെ കുറിച്ച് ഓർമ്മ വരികയും അവരതൊക്കെ കണ്ട് ചിരിക്കുകയും ചെയ്യുകയാണ്. സ്ഥിരമായിട്ട് നടത്തുന്ന കമ്പനിയുടെ മീറ്റിംഗ് നടത്തുകയാണ്. അതിന്റെ അകത്ത് ആർക്കും തന്നെ ഒരു ഉന്മേഷം ഉണ്ടായിരുന്നില്ല. ഹാന പോയിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനെയിരിക്കെ ബോസും ആകെ നിരാശയായിട്ട് ഹാനയും എന്നോട് നല്ല രീതിക്ക് സംസാരിച്ചിട്ടായിരുന്നല്ലോ ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവളെക്കുറിച്ചുള്ള യാതൊരു വിധത്തിലുള്ള വിവരവുമില്ല. നീയും അവളെക്കുറിച്ച് എന്തെങ്കിലും അറിയിക്കുകയാണെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണം. ഞങ്ങൾ നല്ല ടേംസിലൊക്കെ ആയിരുന്നു അവസാനം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവൾ എനിക്കൊരു ഫ്ലവർ പോലും അയച്ചു തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ബോസും പോകുന്നു. ശരിക്കും ഹാന പോയ വിഷമം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇനി ഹാനയും ടേറിനും ഒന്നിച്ച് ഒരു ബിൽഡിംഗ് ഒക്കെ പോയി കണ്ടിട്ട് അവര് ആ ബിൽഡിംഗ് മേടിക്കുവാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് കാണിക്കുന്നു. ഗാർഡനിൽ ഒരു പുല്ല് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന സോക്ചും ഇപ്പോൾ സൺവുനെ വിളിച്ചിട്ട് ആ ഒരു പുല്ല് പറിക്കണോ വേണ്ടോ എന്ന് ചോദിക്കുകയാണ്. സോ ഇപ്പോൾ സൺവുവും സോക്ചുന്റെ വീട്ടിലെത്തിയതിനു ശേഷം ആ ഒരു ഗാർഡനിൽ ഉണ്ടായിരുന്ന കുറേയധികം കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടായിരുന്നു സോക്ചുന്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ അത് പുതിയ ജോലിക്കാരനായിരിക്കുമെന്ന് നമ്മ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിലും പിന്നീട് സൺവുന്റെ ഫേസ് ഒക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് സൺവുനെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് അമ്മയും ചോദിക്കുന്നു. കൂടാതെ സോക്ചു ചേട്ടൻ എന്നൊക്കെ ആയിരുന്നു സൺവുനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. നീ എന്തിനാണ് അവനെ ചേട്ടൻ എന്ന് വിളിക്കുന്നത്? അവനെന്റെ ഹസ്ബൻഡിന്റെ മകനല്ലേ? അങ്ങനെ ഇരിക്കെ നീ അവന് ചേട്ടന്റെ സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവനെ ഇങ്ങനത്തെ ജോലിയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നതെന്ന് അമ്മയും ചോദിക്കുന്നു. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുവാനായിട്ട് കഴിവില്ലാത്ത ഒരാളാണ്. അങ്ങനെ ഇരിക്കെ ഇതിൽ കഴിവുള്ള ഒരാളെ ഞാൻ വിളിച്ചു വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ എന്ന് സോക്ചുവും അറിയിക്കുന്നു. അമ്മയും നല്ലൊരു മൂഡിലായിരുന്നു ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ആകെ മൂഡ് ഓഫ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അമ്മയും ഇറങ്ങിപ്പോകുന്നു. എന്തായാലും ഗാർഡനിലെ പണിയൊക്കെ തീർത്തിട്ട് പണമൊക്കെ മേടിച്ചുകൊണ്ട് പോകുവാനായിട്ട് സണു ശ്രമിക്കുമ്പോഴത്തേക്കും ഞാൻ നിനക്ക് പണം തരേണ്ട യാതൊരു വിധത്തിലുള്ള ആവശ്യവും ഇല്ല എന്നാണ് സൊക്ചു പറയുന്നത്. അതായത് പണ്ട് നൂറിനെ നോക്കുവാനായിട്ട് ആളില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്റെ എല്ലാം തന്നെ ഉപേക്ഷിച്ചിട്ടല്ലേ നൂറിനെ നോക്കുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നതെന്ന് സൊക്ചു ചോദിക്കുമ്പോഴത്തേക്കും നിന്നോട് പഠിക്കുവാൻ പോകേണ്ടതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. നൂറിനെ നോക്കുവാനായിട്ടല്ലേ പറഞ്ഞുള്ളൂ. നീയല്ലേ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഡിഗ്രി പഠിത്തമൊക്കെ നിർത്തിയിട്ട് നൂറിനെ നോക്കുവാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു തീരുമാനത്തിൽ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് സൺവുവും അറിയിക്കുന്നു. നിനക്കെന്താ എന്റെ അടുത്തൊരു നന്ദിയൊന്നും ഇല്ലാത്തത്? ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്നെ എന്റെ ഷോപ്പിലൊക്കെ ജോലി ചെയ്യുവാനായിട്ട് അനുവദിച്ചില്ലേ എന്ന് സൊക്ചു ചോദിക്കുമ്പോഴത്തേക്കും ആ ഷോപ്പ് നിന്റേതല്ല എന്റേതാണ്. നീ കുറച്ച് പണം തന്ന് സഹായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഷോപ്പ് നിന്റേതൊന്നും ആകുവാനായിട്ട് പോകുന്നില്ല എന്ന് സണു അറിയിക്കുന്നു. എന്തായാലും സണുവും സൊക്ചുന്റെ അടുത്തുനിന്ന് പണമൊക്കെ മേടിക്കുന്നുണ്ട്. മാത്രമല്ല അമ്മ ഇവിടെ വരൂ എന്നുള്ള കാര്യം ഒന്നും തന്നെ എനിക്ക് അറിയിക്കുകയുണ്ടായിരുന്നില്ല. അറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും നിന്നെ ഞാൻ വിളിപ്പിക്കുകയില്ലായിരുന്നു. അമ്മ നിന്റെ അടുത്ത് കുറച്ച് റൂഡായിട്ടൊക്കെയാണ് സംസാരിച്ചത്. നീയും എന്നോട് ക്ഷമിക്കെന്ന് പറഞ്ഞുകൊണ്ട് സോക്ചുവും സണുവിനെ സമാധാനിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു.